ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് ഭാഗം 19. ഓഷവയിൽ അത് സംഭവിച്ചു. കർത്താവുമായുള്ള കൂട്ടായ്മ തുടർന്നു, മഹത്വം തുടർന്നു. കർത്താവിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെയിരുന്നു. അത് യഥാർത്ഥത്തിൽ ശക്തമായിരുന്നു. വചനം കൂടുതൽ യാഥാർത്ഥ്യമായി. എൻ്റെ പ്രാർത്ഥനാ ജീവിതം കൂടുതൽ ശക്തമായി. ഞാൻ കർത്താവിനോട് പറഞ്ഞു, എല്ലാ ശുശ്രൂഷകളിലും നീ എന്നോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന ഒരു വ്യവസ്ഥയിൽ ഞാൻ സുവിശേഷം പ്രസംഗിക്കും. എന്നിട്ട് ഞാൻ അവനെ ഓർമ്മിപ്പിച്ചു, കർത്താവേ, എനിക്ക് സംസാരിക്കാൻ അറിയില്ലെന്ന് നിനക്കറിയാം. സംസാരിക്കാനുള്ള എൻ്റെ ബുദ്ധിമുട്ട് എന്നെ തന്നെ ലജ്ജിപ്പിക്കുവാൻ പോകുന്നു എന്ന വസ്തുതയെക്കുറിച്ച് ഞാൻ നിരന്തരം ആശങ്കാകുലനായിരുന്നു. എന്നിരുന്നാലും കത്തുന്ന ഒരു മനുഷ്യൻ്റെ ചിത്രവും നീ പ്രസംഗിച്ചില്ലെങ്കിൽ വീഴുന്ന എല്ലാവരും നിന്റെ ഉത്തരവാദിത്വമായിരിക്കും എന്ന് കർത്താവ് പറയുന്ന ശബ്ദവും എൻ്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല. അത് മായ്ക്കുക അസാധ്യമായിരുന്നു. പ്രസംഗിക്കാൻ തുടങ്ങണമെന്ന് ഞാൻ കരുതി. പക്ഷെ ലഘുലേഖകൾ വിതരണം ചെയ്യുന്നത് മതിയാകില്ലേ? പിന്നീട് ഡിസംബർ ആദ്യ ആഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ഞാൻ സ്റ്റാൻലി, ഷേർലി ഫിലിപ്സ് എന്നിവരുടെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു. ടൊറന്റോയിൽ നിന്ന് ഏകദേശം 30 മൈൽ കിഴക്കുള്ള ഓഷവായിലായിരുന്നു അത്. ഞാൻ ചോദിച്ചു, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഇതിനു മുമ്പ് ഞാൻ ആരോടും എൻ്റെ അനുഭവങ്ങളെക്കുറിച്ചോ ഞാൻ കണ്ട സ്വപ്നങ്ങളെക്കുറിച്ചോ ദർശനങ്ങളെക്കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല. ഏകദേശം 3 മണിക്കൂറോളം കർത്താവിനും എനിക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഞാൻ പൂർത്തിയാക്കുന്നതിന് മുൻപ് സ്റ്റാൻലി എന്നെ തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ബെന്നി, ഇന്ന് രാത്രി നീ ഞങ്ങളുടെ പള്ളിയിൽ വന്ന് ഇത് പങ്കിടണം. ഓഷവായിലെ ട്രിനിറ്റി അസംബ്ലി ഓഫ് ഗോഡിൽ 100 പേരടങ്ങുന്ന ഷിലോ എന്നു പേരുള്ള ഒരു ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു. പിന്നീട് സ്റ്റാൻ എന്നെ ആ ഗ്രൂപ്പിന് പരിചയപ്പെടുത്തി. ജീവിതത്തിൽ ആദ്യമായി ഞാനൊരു പ്രസംഗ പീഠത്തിന് പിന്നിൽ പ്രസംഗിക്കാൻ നിന്നു. ഞാൻ വായ തുറന്ന നിമിഷം എന്തോ ഒന്ന് എൻ്റെ നാവിൽ സ്പർശിക്കുകയും അതയയുകയും ചെയ്യുന്നതായി എനിക്ക് തോന്നി. അതൊരു ചെറിയ മരവിപ്പ് പോലെ തോന്നി. ഞാൻ ദൈവവചനം പൂർണ്ണമായും ഒഴുക്കോടെ പ്രഖ്യാപിക്കാൻ തുടങ്ങി. അത്ഭുതം എന്താണെന്നോ, ഞാൻ സദസ്സിലിരിക്കുമ്പോൾ ദൈവം എന്നെ സുഖപ്പെടുത്തിയില്ല. ഞാൻ പ്ലാറ്റ്ഫോമിലേക്ക് നടക്കുമ്പോൾ അവൻ എന്നെ സുഖപ്പെടുത്തിയില്ല. ഞാൻ പ്രസംഗപീഠത്തിന് പിന്നിൽ നിന്നപ്പോഴും അവൻ എന്നെ സുഖപ്പെടുത്തിയില്ല. എന്നാൽ ഞാൻ വായ തുറന്നപ്പോൾ ദൈവം അത്ഭുതം ചെയ്തു. എൻ്റെ നാവ് അയഞ്ഞപ്പോൾ വിക്കലുകൾ ഇല്ലാതെയായി. പിന്നെ അത് ഒരിക്കലും എനിക്കുണ്ടായിട്ടില്ല. വീട്ടിൽ ആശയവിനിമയം വളരെ കുറവായതിനാൽ ഞാൻ സുഖം പ്രാപിച്ചുവെന്ന് എൻ്റെ മാതാപിതാക്കൾക്ക് അറിയില്ലായിരുന്നു. തീർച്ചയായും കുറച്ച് സമയത്തേക്ക് വിക്ക് വീണ്ടും ഉണ്ടാകുന്നതുവരെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞ സമയങ്ങൾ അപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ സുഖം പ്രാപിച്ചുവെന്ന് എനിക്കറിയാമായിരുന്നു. എൻ്റെ ശുശ്രൂഷ ആരംഭിച്ചു. അതൊരു കൂട് പോലെ വളരാൻ തുടങ്ങി. എല്ലാ ദിവസവും ഒരു പള്ളിയിലേക്കോ ഫെലോഷിപ്പ് ഗ്രൂപ്പിലേക്കോ ശുശ്രൂഷ ചെയ്യുവാൻ എന്നെ ക്ഷണിക്കുവാൻ തുടങ്ങി. ദൈവഹിതത്തിൻ്റെ പൂർണ്ണ നടുവിലാണ് ഞാനെന്ന് എനിക്ക് മനസ്സിലായി. അടുത്ത 5 മാസത്തേക്ക് ഞാനൊരു പ്രസംഗകനായിരുന്നു. പക്ഷേ എൻ്റെ അമ്മയ്ക്കും അപ്പനും അതിനെക്കുറിച്ചൊരു സൂചനയും ഉണ്ടായിരുന്നില്ല. ഇത്രയും കാലം ഞാൻ മൗനം പാലിച്ചത് അതിൽ തന്നെ ഒരു അത്ഭുതമായിരുന്നു. എൻ്റെ സഹോദരന്മാർക്കറിയാമായിരുന്നു. പക്ഷേ അത് ബെന്നിയുടെ അവസാനമാകുമെന്ന് അവർക്കറിയാമായിരുന്നതിനാൽ അവർ അപ്പനോടും അമ്മയോടും പറയാൻ ധൈര്യപ്പെട്ടില്ല. 1975 ഏപ്രിലിൽ ടൊറന്റോ സ്റ്റാറിൽ എൻ്റെ ചിത്രമുള്ള ഒരു പരസ്യം പ്രത്യക്ഷപ്പെട്ടു. പട്ടണത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു ചെറിയ പെന്തക്കോസ്ത് പള്ളിയിൽ ഞാൻ പ്രസംഗിക്കുകയായിരുന്നു. പാസ്റ്റർ ചില സന്ദർശകരെ ആകർഷിക്കാൻ ആഗ്രഹിച്ചു. അത് പ്രവർത്തിച്ചു. എൻ്റെ അപ്പൻ കോൺസ്റ്റാൻറ്റിയും അമ്മ ക്ലെമൻസും ആ പരസ്യം കണ്ടു. ആ ഞായറാഴ്ച രാത്രി ഞാൻ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുകയായിരുന്നു. ഗാനശുശ്രൂഷയ്ക്കിടെ ഞാൻ മുകളിലേക്ക് നോക്കി. എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പ്ലാറ്റ്ഫോമിന് മുന്നിൽ ഏതാനും നിരകൾ അകലെ മാത്രം ഒരു ഇരിപ്പിടത്തിലേക്ക് എൻ്റെ അമ്മയെയും അപ്പനെയും കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഞാൻ മരിക്കാൻ പോകുന്നുവെന്ന് എനിക്ക് തോന്നി. എൻ്റെ ഉറ്റ സുഹൃത്ത് ജിം പോയിന്റർ എൻ്റെ അടുത്ത് പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവന് നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, പ്രാർത്ഥിക്കൂ ജിം, പ്രാർത്ഥിക്കൂ, അമ്മയും അപ്പനും ഇവിടെയുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൻ ഞെട്ടിപ്പോയി. എൻ്റെ മനസ്സിൽ 1000 ചിന്തകൾ മിന്നിമറഞ്ഞു. അതിലേറ്റവും കുറഞ്ഞത്, കർത്താവേ, ഇന്ന് രാത്രി ഞാൻ വിൽക്കാതിരുന്നാൽ എനിക്ക് ശരിക്കും സുഖം പ്രാപിച്ചുവെന്ന് എനിക്കറിയാം. ഒരു ശുശ്രൂഷയ്ക്കിടയിൽ ഞാൻ ഇത്രയധികം പരിഭ്രാന്തനായിരുന്നിരുന്ന മറ്റൊരു സന്ദർഭം എനിക്ക് ഓർമ്മയിലില്ല. ഉത്കണ്ഠ എന്നെ എപ്പോഴും വിക്കനാക്കിയിരുന്നു.
ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തി എന്നിലൂടെ ഒഴുകാൻ തുടങ്ങി. പക്ഷേ എൻ്റെ മാതാപിതാക്കളുടെ ദിശയിലേക്ക് നോക്കുവാൻ എനിക്ക് എന്നെ തന്നെ ധൈര്യപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. ഒരു ക്ഷണികമായ നോട്ടം പോലും. എൻ്റെ വിക്ക് അനാവശ്യമായിരുന്നു. ദൈവം എന്നെ സുഖപ്പെടുത്തിയപ്പോൾ രോഗശാന്തി ശാശ്വതമായിരുന്നു. ആരാധനയുടെ അവസാനത്തോടെ രോഗശാന്തി ആവശ്യമുള്ളവർക്കായി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഓ, ദൈവത്തിൻ്റെ ശക്തി ആ സ്ഥലം നിറച്ചു. മീറ്റിംഗ് അവസാനിക്കുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ എഴുന്നേറ്റ് പിൻവാതിലിലൂടെ പുറത്തേക്ക് നടന്നു. ശുശ്രൂഷയ്ക്ക് ശേഷം ഞാൻ ജിമ്മിനോട് പറഞ്ഞു, നീ പ്രാർത്ഥിക്കണം. അടുത്ത കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ എൻ്റെ വിധി തീരുമാനിക്കപ്പെടുമെന്ന് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി എനിക്ക് നിന്റെ വീട്ടിൽ ഉറങ്ങേണ്ടി വന്നേക്കാം. അന്ന് രാത്രി ഞാൻ ടൊറൻഡോയിൽ ലക്ഷ്യമില്ലാതെ വണ്ടി ഓടിച്ചു. വീട്ടിലെത്താൻ പുലർച്ചെ 2 മണിവരെയെങ്കിലും കാത്തിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പോഴേക്കും എൻ്റെ മാതാപിതാക്കൾ കിടക്കയിലായിരിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അവരെ നേരിടാൻ എനിക്ക് ശരിക്കും താല്പര്യമില്ലായിരുന്നു. എന്നാൽ അതിനെക്കുറിച്ച് കൂടുതൽ പിന്നീട് പറയാം.